അപൂർവങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അതിസാഹസികമായി ചിത്രീകരിക്കുന്നു ഫോട്ടോഗ്രാഫർമാരായ പ്രേംജിത്ത് നാരായണനും ജിതിൻ പ്രേംജിത്തും നിതിൻ പ്രേംജിത്തും. സാങ്കേതിക തികവിന്റെയും ആവിഷ്കാര ചാരുതയുടെയും അന്വേഷണാത്മകതയുടെയും ഒരു സമ്മേളനമാണ് പ്രേംജിത്ത് നാരായണന്റെ ക്യാമറ ലെൻസിനുള്ളിൽ പൂർണ്ണത തേടുന്ന ഓരോ ദൃശ്യങ്ങളും. ബഹിരാകാശ രഹസ്യങ്ങളുടെയും രാത്രിയുടെ നിഴലാട്ടങ്ങളും പ്രകൃതി ദൃശ്യ സൗകുമാര്യങ്ങളും സ്പോർട്സ് ട്രാക്കിലെ ആവേഗങ്ങളും പ്രേംജിത്തിന്റെ ക്യാമറയുമായി സംവേദിക്കുമ്പോൾ അതൊരു അപൂർവ ദൃശ്യാനുഭവമായി മാറുന്നു. BBC ഉൾപ്പെടെയുള്ള ലോകപ്രസിദ്ധങ്ങളായ മാധ്യമങ്ങളിലൊക്കെയും പ്രേംജിത്തിന്റെ ചിത്രങ്ങൾ ഇതിനോടകം ഇടം പിടിച്ചിരിക്കുന്നു. പിതാവിന്റെ ദൃശ്യവഴികൾ പിന്തുടരുന്ന മകൻ ജതിൻ പ്രേംജിത്ത് BBCയും ലണ്ടനിലെ ബഹിരാകാശ ചിത്രങ്ങൾക്കായുള്ള റോയൽ ഒബ്സർവേറ്ററിയും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള മത്സരത്തിൽ 4 തവണ യങ് ആസ്ട്രോണമി ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായിരിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ ജനുവരി മാസങ്ങളിൽ നടത്തപ്പെടുന്ന സ്കീ മത്സരങ്ങളും സ്വിസിലെ വേനൽ നദികളിലെ ബോട്ട് റേസിംഗ് സാഹസികതകളും -30°C ആർട്ടിക് സർക്കിളിന്റെ ആകാശത്തിലെ അറോറ ബോറിയാലിസ് വിസ്മയ കാഴ്ചകളും ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വലം വെച്ച് പകർത്തിയ ആൽപ്സ് പർവ്വതനിരയുടെ ശുഭ്രചാരുതയും ഒരു ചെറുബോട്ടിൽ മരണവേഗത്തിൽ തിമിംഗലത്തെ പിന്തുടർന്ന് ക്യാമറയിലേക്ക് പകർത്തുമ്പോഴും ഉൾക്കാഴ്ച തേടുന്ന ഒരു ആത്മാന്വേഷിയുടെ തീവ്ര പ്രതിബദ്ധത ഈ പുറംലോക ദൃശ്യങ്ങൾ പകർത്തുന്നതിലും പ്രേംജിത്ത് പ്രകടമാക്കുന്നു. ചിലർ സുഖം തേടി യാത്ര ചെയ്യുന്നു, ചിലർ പണം തേടി യാത്ര ചെയ്യുന്നു, ചിലർ സാഹസികത തേടി യാത്ര ചെയ്യുന്നു, ചിലർ ആത്മീയത തേടി യാത്ര ചെയ്യുന്നു, ചിലർ അറിവ് തേടി യാത്ര ചെയ്യുന്നു. ശ്രീ പ്രേംജിത്ത് നാരായണൻ, താങ്കൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. താങ്കളുടെ യാത്ര ഇതിൽ ഏതാണ്? ബേസിക്കലി രാജീവ്, ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിത്തിങ്. പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ളത് അറിവിനെ തേടിയുള്ള യാത്രയാണ്. ബട്ട് ദെൻ ഐ ഡു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. ഫോർ മീ ഇറ്റ്സ് സം കൈൻഡ് ഓഫ് റിലാക്സേഷൻ. And also I see it as a pilgrimage tour. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള യാത്രകൾക്ക് ശ്രീ പ്രേംജിത്ത് ഒരുപാട് പഠനം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ള യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ യാത്രകളിൽ നിന്ന് താങ്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അത് BBC അടക്കമുള്ള ഇൻ്റർനാഷണൽ മാഗസിനുകളിലും ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ കണ്ടെത്തുന്നത്? പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ അതൊരു വലിയ ഘടകമാണ് ഈ അഡ്വഞ്ചറസ് ട്രിപ്പിനൊക്കെ. പിന്നെ എനിക്ക് കുറേ വേൾഡ് റിനോൺ ഫോട്ടോഗ്രാഫേഴ്സ്, ഐ ഗോട്ട് ദം ആസ് മൈ ഫ്രണ്ട്സ്. ഐ റെഗുലർലി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം, ഡിബേറ്റ് ചെയ്യാറുണ്ട്. വി ഡു സ്റ്റഡി, വി ഡു ഇൻട്രാക്ട് ആൻഡ് ദെൻ എക്സ്ചേഞ്ച് ഐഡിയാസ്. ദിസ് ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ഫോർ ദ ലാസ്റ്റ് മേ ബി 10-15 years. അപ്പോൾ ഇവരൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ദേ ആർ ഓൾ ഫ്രോം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ കുറേ ഐസ്ലാൻഡിക് ഫ്രണ്ട്സ്, അപ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു.
and they told me about the importance of Iceland, the glaciers, the volcanoes, the whales. അപ്പോൾ എനിക്ക് തോന്നി ഒരു ഐസ്ലാൻഡ് ട്രിപ്പ് നടത്താൻ കൊള്ളാമെന്ന് തോന്നി. I do a lot of research apart from interacting with all this photography related friends. അപ്പോൾ താങ്കളുടെ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ എവിടെയൊക്കെയാണ് അത് ലോകത്തെ അറിയിക്കാനുള്ള പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ ചാനലുകളിലൂടെയും ഫോട്ടോസ് അതുപോലെ തന്നെ മാഗസിനുകളിലൂടെയും? ഞാൻ മനസ്സിലാക്കിയ വളരെ മുമ്പ് നൈറ്റ് സ്കൈ പോലുള്ള മാഗസിനുകളൊക്കെ താങ്കളുടെ ഫോട്ടോസ് വന്നു തുടങ്ങിയ കാലം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തുടർച്ച ഒന്ന് പറയാമോ? Night Sky, it's an astronomy related magazine from US. I'm glad that repeated basis Canon Photography magazine അവർ എൻ്റെ ഫോട്ടോസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. Other photography magazines like Digital World, Digital Camera, and including BBC and many other magazines. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരുപാട് സെക്ഷനുകളിലൂടെ കടന്നുപോയിട്ടുള്ള ഫോട്ടോഗ്രാഫി അനുഭവങ്ങൾ താങ്കൾക്കുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഏത് സെക്ഷനിലൂടെ ഫോട്ടോസ് എടുക്കുമ്പോഴാണ്? കഴിഞ്ഞ കൊല്ലം ഐസ്ലാൻഡ് പോയപ്പോൾ there was a day trip to the Norwegian Sea. Norwegian Sea is the north part of Iceland. We were lucky to see 2 big whales and we went close. It was a risky thing. I'm glad to say നമുക്ക് നല്ല ഫ്രെയിംസ് കിട്ടി. ഈവൻ ഒരു 10 മീറ്ററിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പ്രേംജിത്ത്, ഒരു കൗതുകത്തിൻ്റെ ചോദ്യമാണ്. താങ്കൾ ഒരു വലിയ കമ്പനിയുടെ 2 രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ ഹെഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമയം വേണ്ട ജോലിയാണ്. അപ്പോൾ ഇത് സാധാരണ മനുഷ്യർക്ക്, അത്തരത്തിലുള്ള ആളുകൾ അതിന് കഴിഞ്ഞ ശേഷം വളരെ ഒതുങ്ങിക്കൂടി വീട്ടിലിരുന്നു കൊണ്ട് റിലാക്സ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെ സമയം കണ്ടെത്തി ഇത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു? ഇറ്റ്സ് അബൌട്ട് ഒബ്സഷൻ. നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഒബ്സഷൻ ഉണ്ടായാൽ പറ്റും. ദെൻ യു വിൽ ഗോ ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ. ഇൻ മൈ കേസ് ഇറ്റ്സ് ഫോട്ടോഗ്രാഫി. ഇറ്റ്സ് വെരി എവിഡൻറ്റ് ആൻഡ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. ചുരുക്കം പറഞ്ഞാൽ യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ടൈം മാനേജ്മെൻറ്റ്. ദാറ്റ്സ് ഫോർ ഷുവർ. താങ്കൾക്ക് ഇതിനോടുള്ള ഒരു ഉന്മാദത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിലൂടെ കാര്യങ്ങളെ കാണുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള മഹത്തായ സംഭവങ്ങളും അതുപോലെ തന്നെ വിഷ്വൽസും ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ വിലയിരുത്തലിനോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം എന്നറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അതിലെൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, അല്പം ഉന്മാദമില്ലാത്ത ആൾക്കാർ ഐ തിങ്ക് അവർ നോർമലല്ല. ഒത്തിരി ഉന്മാദം ഉണ്ടെന്നാണോ പറയുന്നത്? ഷുവർ, സർട്ടൻലി. 4000 വർഷം മുമ്പ് കത്തിയണഞ്ഞ ത്രിഗുണുക് ആഖിക്കൂർ അഗ്നിപർവ്വതം. ഐസ്ലാൻഡിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതത്തിൻ്റെ ഒഴിഞ്ഞ ഗർഭ അറകളിലേക്ക് ഒരു ക്യാമറയുമായി യാത്ര തിരിക്കുന്നു ബഹ്റിലെ പ്രേംജിത്ത് നാരായണനും മക്കളായ ജിതിൻ പ്രേംജിത്തും നിതിൻ പ്രേംജിത്തും. യൂറോപ്പിലെ ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ദ്വീപാണ് നോർത്ത് അറ്റ്ലാന്റിക്കിനും ആർട്ടിക് സമുദ്രത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന സ്കാൻഡിനേവിയൻ രാജ്യമായ ഐസ്ലാൻഡ്. 3,25,671 ജനസംഖ്യയും 1,03,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണവുമുള്ള ഈ രാജ്യത്തിന്റെ തലസ്ഥാനം റെയ്ക്യാവിക്കാണ്. ഭൂമിശാസ്ത്രപരമായി യൂറോപ്പിന്റെയും അമേരിക്കയുടെയും തലങ്ങൾ ഉൾക്കൊണ്ടതാണെങ്കിലും രാഷ്ട്രീയപരവും സാംസ്കാരികപരവും ചരിത്രപരവുമായ കാരണങ്ങളാൽ ഐസ്ലാൻഡ് യൂറോപ്പിനോടാണ് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത്. സജീവങ്ങളായ അഗ്നിപർവ്വതങ്ങളുടെയും മഞ്ഞുമലകളൊഴുകുന്ന നദികളുടെയും ലാവയൊഴുകി ഉറഞ്ഞ സമതലങ്ങളുടെയും നാടാണ് ഐസ്ലാൻഡ്. ഇവിടുത്തെ 6200 മൈലോളം നീളുന്ന നോർത്ത് അറ്റ്ലാന്റിക് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരകൾ. കോടിക്കണക്കിന് വർഷങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നൊഴുകിയ ലാവ ഉറഞ്ഞുണ്ടായതാണ് ഐസ്ലാൻഡ്. ഇപ്പോഴും ലോകത്ത് ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഉള്ള രാജ്യമാണിത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് വിസ്ഫോടനം നടത്തി വന്നിരുന്ന ത്രിണുക് ആഖിക്കൂർ ഇന്ന് ശാന്തമാണ്. അതിന്റെ ഉള്ളറകളിലേക്ക് മനുഷ്യർക്ക് പ്രവേശിക്കാൻ തക്കവിധം തണുത്തുറഞ്ഞതാണ് അതിന്റെ അന്തർഭാഗം. ഇങ്ങനെയുള്ള ഒരേ ഒരു അഗ്നിപർവ്വതം ലോകത്ത് ഇത് മാത്രമാണ്.
തലസ്ഥാന പട്ടണത്തിൽ നിന്നും അരമണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്താൽ ഞങ്ങൾ ലക്ഷ്യമാക്കിയ അഗ്നിപർവ്വതത്തിന്റെ അടിവാരത്തിലുള്ള ലാവയുറഞ്ഞ സമതലത്തിലെത്താൻ കഴിയും. അവിടെ നിന്നും 3 കിലോമീറ്റർ കാൽനടയായി പോകണം. അമേരിക്കൻ സമതലത്തെയും യുറേഷ്യയെയും വേർതിരിക്കുന്ന അതിർവരമ്പ് മുറിച്ചുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല. ഏകദേശം 50 മിനിറ്റിന്റെ ലാവാതലത്തിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ പർവ്വതത്തിന്റെ താഴെയുള്ള ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുന്നു. തുടർന്ന് സുരക്ഷയ്ക്കായി ഹെൽമറ്റും ടോർച്ചും മറ്റു സുരക്ഷാ ഉപകരണങ്ങളും നൽകി. പിന്നെ അഗ്നിപർവ്വതത്തിനുള്ളിൽ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും. വീണ്ടും അഗ്നിപർവ്വത മുഖത്തേക്കുള്ള യാത്ര. 4x4 മീറ്റർ മാത്രം വിസ്തീർണമുള്ള പ്രവേശന ദ്വാരത്തിന് അരികത്തു വെച്ച് വീണ്ടും ഗാർഡിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. 5-6 പേർക്കായുള്ള ക്രെയിനോട് ഘടിപ്പിച്ച ഒരു കൂടിന് സദൃശ്യമായ വാഹനത്തിൽ കയറിയാണ് അഗ്നിപർവ്വത ഗർത്തത്തിലേക്കുള്ള ഇറക്കം തുടങ്ങുന്നത്. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടിനുള്ളിൽ കയറിയ ഉടൻ തന്നെ സുരക്ഷാ ഹാർനസുകൾ ലോക്ക് ചെയ്തു. പർവ്വതത്തിന്റെ ഉള്ളറയിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തുടങ്ങി. 400 അടി താഴ്ചയുള്ള ഈ യാത്രയ്ക്ക് ഏതാണ്ട് 6 മിനിറ്റുകൾ വേണ്ടിവന്നു. പുറമേയുള്ള അന്തരീക്ഷ താപം 12 ഡിഗ്രി സെൽഷ്യസ് മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരുന്നെങ്കിൽ അഗ്നിപർവ്വത അറയ്ക്കുള്ളിൽ അത് 3 ഡിഗ്രിയാണ്. ഒരിക്കൽ 700 ഡിഗ്രി മുതൽ 1500 ഡിഗ്രി വരെ തിളച്ചുമറിഞ്ഞ മാഗ്മയുടെ വിദൂര ഓർമ്മ പോലും ഭയപ്പെടുത്തുന്നതായിരുന്നു. മാഗ്മ ചാമ്പറിനകം ഫ്ലഡ് ലൈറ്റുകളാൽ അലങ്കൃതമായിരുന്നു. വിസ്ഫോടന സമയത്തെ ഉഗ്രതാപാഗ്നിയിൽ ചുട്ടെടുത്ത ചുവരുകളിൽ വിവിധ വർണ്ണങ്ങളുടെ ദൃശ്യചാരുത, ഇരുമ്പ് തീയിൽ ഒരുക്കിയ ചുവപ്പും ചെമ്പിന്റെ തവിട്ടും ഗന്ധകത്തിന്റെ മഞ്ഞയുടെയും നീലയുടെയും നിറഭേദവും കൊണ്ട് അലങ്കൃതമായ ചുവരുകൾ. ഇതിന്റെ ഉള്ളറയ്ക്ക് ഏകദേശം 3 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ ഉൾക്കൊള്ളാവുന്ന വിസ്താരവും ലോകപ്രസിദ്ധ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അനായാസം ഇറക്കിവെക്കുവാൻ തക്ക ഉയരവുമുണ്ട്. അനുവദിച്ചു കിട്ടിയത് വെറും അരമണിക്കൂർ മാത്രം. അതിനുള്ളിൽ പരമാവധി ഫോട്ടോകളും വീഡിയോകളും എടുത്ത് വീണ്ടും പുറം ലോകത്തിന്റെ സാധാരണ കാഴ്ചകളിലേക്ക്. ഐസ്ലൻഡിലെ അഗ്നിപർവ്വതത്തിനുള്ളിലെ ചിത്രങ്ങൾക്കായി ഏർപ്പെടുത്തിയ രാജ്യാന്തര ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ജിതിൻ പ്രേംജിത്തിന്റെ ചിത്രത്തിന് 1ാം സമ്മാനം ലഭിച്ചു. I'm extremely glad that I was crowned the winner of this competition. It was a great challenge to take this photograph. We had to deal with the time limit, which was half an hour, and there was this huge temperature drop of 10 degrees. I took this photo in portrait mode so that I could capture the depth of the volcano and get as much of the walls of the magma chamber as possible. I came into photography because of one man. When I saw that man standing in the magma chamber, my fingers automatically clicked. And that man was none other than my father. I dedicate this award to him.